ഇപ്പോൾ നമുക്ക് പക്ക പ്രൊട്ടക്ഷൻ ഒരു ഡോഗ് ഇവിടെ മസ്റ്റാണ്. കാരണം കാവലിന് ഇസ്ലാമിൽ നായകളെ വളർത്തൽ അനുവദനീയമാണോ എന്നുള്ളത് നിങ്ങൾ ആരോട് ചോദിക്കുക. നിങ്ങളെ പണ്ട് മദ്രസകളിൽ വെറും നായ് ഹറാമാണെന്ന് ഫസ്റ്റ് ലെറ്റർ മാത്രം ഹെഡിങ് മാത്രം പഠിപ്പിച്ച് വിട്ടിട്ട് അതിൻ്റെ അടിക്ക് പഠിപ്പിക്കാത്ത ഉസ്താമാരോട് ചോദിക്കുക. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കൊണ പറയുന്നവരോട് എനിക്കൊന്നും തിരിച്ച് പറയാനില്ല. കാരണം എൻ്റെ വീടിൻ്റെ പ്രൊട്ടക്ഷനും എൻ്റെ വീട്ടിലെ എൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ പ്രൊട്ടക്ഷനും അതിലുപരി എൻ്റെ വീട്ടിലെ വ്യക്തികളുടെ പ്രൊട്ടക്ഷനും എന്നിൽ അർപ്പിതമാണ്. ഇവിടെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ നാളെ നിങ്ങളെ വീട്ടുകാരെ ആരും എൻ്റെ കൂടെ ഉണ്ടാവില്ല. എൻ്റെ വീട്ടുകാർക്ക് ഞാനും ഓർക്ക് ഞാനും എനിക്കും ഒരു മാത്രം ഉണ്ടാവുള്ളൂ. സോ അങ്ങനെ നമ്മൾ ഡോഗിന് വാങ്ങണത്. ഇനി അതിൽ ഡോഗിന് വാങ്ങണമല്ലോ എതിർപ്പുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നമ്മൾ ഡോഗ്സിന് വാങ്ങണമല്ലോ വളർത്തണമല്ലോ പ്രൊട്ടക്ഷന് വാങ്ങണമല്ലോ എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ നമ്മൾ പുതിയൊരു കൂട് ഉണ്ടാക്കിക്കണം. അപ്പോൾ ഈ ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക. ആർക്കാച്ചാൽ വന്ന് ഇവിടെ കൂട്ടിൽ കിടക്കുക. 3 നേരം 4 നേരം ചിക്കനും തീറ്റയും പ്രോട്ടീൻ തീറ്റയും മുട്ടയും ചിക്കനൊക്കെ അങ്ങ് കിട്ടുന്നതായിരിക്കും. CCTV ഉണ്ടാവും. ആഴ്ചമാത്തിയും ഞങ്ങളൊക്കെ കൂടിയിട്ടാവും. തീറ്റ തരാൻ ഇവിടെ ഒരു ഹോള് ഇതാക്കുന്നതാവും. അപ്പം ഇങ്ങനെ നായിനെ പ്രശ്നമല്ലോ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ വന്ന് കിടക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നായിനെ വാങ്ങണില്ല. നമുക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉള്ളത് ഇവിടെ സെറ്റ് ചെയ്യുക. അപ്പം എന്താ പറയുക, നായിൻ്റെ പട്ടിനെ കൊണ്ട് നടക്കുന്ന സംഭവം പട്ടിനെ കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. അതിന് മനുഷ്യൻ ആ നാട്ടിൽ ഒരു നായ കുഷ്ഠരോഗം പിടിച്ചിട്ട് പ്രിയപ്പെട്ടവരെ ജനങ്ങളൊക്കെയും കണ്ട് അതാ അറക്കുന്ന ഒരു നായ, കാണുന്നിടത്തെല്ലാം കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുന്ന ഒരു നായ. മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹുവിന്റെ കണ്ണിൽ പെട്ടപ്പോ മഹാനവരുകൾ ചിന്തിച്ചു, റബ്ബേ ഈ നായക്കും ഒരു ജീവിതമുണ്ടല്ലോ, ഈ നായക്കും ഒരു ശരീരമുണ്ടല്ലോ, ഈ നായക്കും ഒരു ആത്മാവുണ്ടല്ലോ, ഇത് അല്ലാഹുവിന്റെ ജീവിയാണല്ലോ. അതുകൊണ്ട് ഈ നായയുടെ കാര്യത്തിൽ എന്നോട് പടച്ചവൻ ചോദ്യം ചെയ്താൽ ഞാൻ കുറ്റക്കാരനാകുമോ എന്ന് ചിന്തിച്ചിട്ട് പ്രിയപ്പെട്ടവരെ, ആ നായക്ക് കുഷ്ഠം പിടിച്ച നായക്ക് കുരുക്കിട്ടിട്ട് അതാ കയറ് കെട്ടി വലിച്ചു കൊണ്ടുപോയി ഒരു മലയുടെ മുകളിൽ പ്രിയപ്പെട്ടവരെ ടെന്റ് കെട്ടിയിട്ട് 40 ദിവസം നായയെ ട്രീറ്റ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഗ്ലൗസ് മഹാനവരുകൾ കൈകൊണ്ട് തൊട്ടിട്ട് ഓരോ സമയവും നായയെ കുളിപ്പിച്ചതിന് ശേഷം മഹാനവരുകൾ 7 പ്രാവശ്യം കഴുകുമായിരുന്നു. 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകുമായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, നായ എന്ന് പറഞ്ഞാൽ മുഗല്ലദായ ജീവിയാണ്. അഥവാ 1 പ്രാവശ്യം തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അതിന് ഒരു കാരണമുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് അല്ലാഹു തആല മലക്കുകളോട് സമ്മതം ചോദിച്ചപ്പോൾ, മുശാവറ നടത്തിയപ്പോൾ മലക്കുകൾ പറഞ്ഞു, നിനക്ക് തസ്ബീഹ് ചൊല്ലാൻ, തഹ്ലീൽ ചൊല്ലാൻ, നിന്നെ ആരാധിക്കാൻ ഞങ്ങൾ ഉണ്ടായിട്ട് റബ്ബ്, പിന്നെ എന്തിനാണ് ഇവിടെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ നീ സൃഷ്ടിക്കുന്നു? പക്ഷെ അല്ലാഹു തആല ആദം നബിക്ക് ജന്മം കൊടുത്താ സൃഷ്ടിപ്പ് കൊടുത്തു, ഡെഡ് ബോഡി ഉണ്ടാക്കി, ആത്മാവ് ഊതിയില്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ഇങ്ങനെ ബോഡി കിടക്കുകയാണ്. അതാ ആ സമയത്താണ് ഇബ്ലീസ്, മലക്കുകളുടെ ഉസ്താദായിരുന്നല്ലോ, സ്വർഗത്തിലായിരുന്നു ആദ്യവാസം. ക്ലാസ് കഴിഞ്ഞിങ്ങനെ തിരിച്ചു വരുമ്പോ ആദം നബിയുടെ ബോഡി കാണുന്നു. അപ്പോൾ ദേഷ്യം പിടിച്ചുപോയി. എന്തിനാ പഠിച്ചോനെ രക്തച്ചൊരിച്ചിലും അനൈക്യവും ഉണ്ടാക്കുന്ന മനുഷ്യ വിഭാഗത്തെ സൃഷ്ടിച്ചു പോകുന്നു എന്ന് ഇബ്ലീസ് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഭൂതവർഗം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, ജിന്നുകൾ. എന്താ ഭൂതവർഗം? ഭൂതകാലം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താ ഭൂതകാലം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ കാലത്തിനാണ് ഭൂതകാലം എന്ന് പറയുക. ഇതുപോലെ ഭൂതവർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെയും മുമ്പ് ഇവിടെ ഒരു വിഭാഗം ജന്മമുണ്ടായിരുന്നു. അവരാണ് ജിന്നുകൾ. അവര് പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ വലിയ കുഴപ്പമുണ്ടാക്കിയപ്പോ അല്ലാഹു തആല ഇബ്ലീസിന്റെ നേതൃത്വത്തിൽ അവരെയൊക്കെ ആട്ടി ഓടിച്ചു ദ്വീപുകളിലേക്ക്, കാടുകളിലേക്ക്. കാടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് പൈശാചികമായ ബാധ കൂടുതൽ അനുഭവിക്കുന്നതിന്റെ ഒരു കാരണം അതാണ്.
പ്രിയപ്പെട്ടവരെ, അതുപോലെ ദ്വീപുകളിലേക്ക് പറഞ്ഞയച്ചു. അതുകൊണ്ടാണ് അല്ലാഹു തആല സമ്മതം ചോദിച്ചപ്പോൾ ഇബ്ലീസ് പറഞ്ഞത്, പടച്ചോനെ, ഇവിടെ ഭൂതങ്ങൾ ഉണ്ടായിട്ട് കണ്ടില്ലേ അവരുടെ നെറുകേടുകൾ, അവരുടെ അക്രമങ്ങൾ, ഇനി ഒരു മനുഷ്യന്മാരെ നീ സൃഷ്ടിക്കണോ? പക്ഷെ അല്ലാഹു തആല പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത പല രഹസ്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. മലക്കുകൾ ചോദിച്ചു എന്ന് പറഞ്ഞെങ്കിലും അതിന്റെ നേതൃത്വം ഇബ്ലീസ് ആയിരുന്നു. അന്ന് പ്രിയപ്പെട്ടവരെ ശപിക്കപ്പെട്ടില്ല. അന്ന് മലക്കുകളുടെ ഉസ്താദാണ്. സ്വർഗത്തിൽ അവരുടെ മലക്കുകളുടെ ഉസ്താദായി വിരാജിക്കുന്ന സമയമാണ്. ക്ലാസ് കഴിഞ്ഞിങ്ങനെ തിരിച്ചു വരുമ്പോ കാണുന്നു ഒരു ബോഡി, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ബോഡി. ദേഷ്യം പിടിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, കണ്ട മാത്രയിൽ ഇബ്ലീസ് കാർക്കിച്ച് തുപ്പിപ്പോയി. മഹാനായ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിൽ വീണു. എവിടെയാണ് വീണത് പ്രിയപ്പെട്ടവരെ? പൊക്കിളുള്ള സ്ഥലത്താണ്. ആ പൊക്കിളുള്ള സ്ഥലത്ത് അത് വീണതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇബ്ലീസിന്റെ തുപ്പൽ ബാധിച്ചിട്ടുള്ള അത്രയും മണ്ണ് ഇങ്ങനെ ചുരണ്ടി അങ്ങെടുത്തപ്പോൾ ഇവിടെ കുഴി വന്നു വീണു. പ്രിയപ്പെട്ടവരെ, ആ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജീവിയാണ് നായയും പന്നിയുമെന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അഥവാ അനാദരവിന്റെ പര്യായമാണ് നായ. അനാദരവിന്റെ പര്യായമാണ് നായ. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ആ നായയെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. പരിശുദ്ധമായ ഇസ്ലാം പറയുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ നായ അപമാനത്തിന്റെ പര്യായമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? എന്നാൽ ആ നായ പ്രിയപ്പെട്ടവരെ തന്റെ നയം തിരുത്താൻ തയ്യാറായ ഒരു സമയമുണ്ട്. അത് ഏതാണ്? സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, 7 ഔലിയാക്കൾ നാട് വിട്ട് അവരുടെ സംരക്ഷണത്തിന്, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ദിഖ്യാനൂസ് എന്ന് പറയുന്ന രാജാവിന്റെ കാലത്ത് യാത്ര പോയപ്പോൾ അവരെ അനുഗമിച്ച ഒരു നായയുണ്ട്. ആ നായയുടെ പേര് ഖിത്മീർ എന്നാണ്. വസാമിനുഹും കൽബുഹും. 7 ഔലിയാക്കൾ ഉണ്ടായിരുന്നു. 8ാമത്തേത് നായയാണ്. മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെയും മുമ്പ് 10 ജീവികൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മനുഷ്യർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെയും മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 10 തരം ജീവികളുണ്ട്. തരം ജീവികളല്ല, 10 ജീവികൾ മാത്രം. അതിൽ നബിതങ്ങൾ എണ്ണിയതാണ് പ്രിയപ്പെട്ടവരെ ഖിത്മീർ അഥവാ 7 ഔലിയാക്കൾക്ക്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകുകയും അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവുകയും വേണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള ചെയ്തു പോയാലും നമുക്ക് പ്രതീക്ഷയുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിച്ച ആളുകൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല. എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണിത്. ഇത് മഹാനവറുകളെ സ്നേഹിച്ചവർക്കുള്ളതാണ്. അവർ അവിടത്തെ ത്വരീഖത്ത് പിൻപറ്റി ജീവിക്കുന്ന മുരീദുമാർക്കുള്ളതാണ്. അവരെ സ്നേഹിച്ച ആളുകൾക്കുള്ളതാണ്. ഇതുപോലെ മഹാനായ ശൈഖ് റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 അഖ്താബീങ്ങളിൽ പ്രധാനിയാണ്. എത്രയെത്ര കറാമത്തുകൾ കാണിച്ചു. മഹാനവരുകൾ സിംഹത്തിന്റെ മുകളിൽ സഞ്ചരിച്ചിരുന്ന ആളാണ്. വലിയ സർപ്പങ്ങളെ ഞാൻ ഈ ഷാൾ ഇടുന്നത് പോലെ തോളിൽ പ്രിയപ്പെട്ടവരെ സർപ്പത്തെ ഇട്ടുകൊണ്ട് നടന്നയാളാണ്. ആ മഹാനവറുകൾക്കൊന്നിനെയും പേടിയില്ല. പ്രിയപ്പെട്ടവരെ, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട നായ, ആ നായയെ മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ
കാട്ടിന്റെ മുകളിൽ കൊണ്ടുപോയി 40 ദിവസം കഴുകി വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടിയിട്ട് നല്ലപോലെ നാട്ടിലിറങ്ങി നടക്കാൻ പര്യാപ്തമായ വിധത്തിൽ ആ നായയെ പ്രിയപ്പെട്ടവരെ പരിപാലിച്ചു. മഹാനവരുകൾ ജനങ്ങൾ ചോദിച്ചു മഹാനവരുകളോട്, ഒരു നായക്ക് വേണ്ടി ഇത്രയേറെ സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? മഹാനവരുകൾ പറഞ്ഞത്, അതും ഒരു ആത്മാവുള്ള ജീവിയല്ലേ, അതും ഒരു പച്ചക്കരളുള്ള ജീവിയല്ലേ, അതും അല്ലാഹു സൃഷ്ടിച്ചതല്ലേ. പ്രിയപ്പെട്ടവരെ, നായയാണെന്ന് കരുതിയിട്ട് നമ്മൾ നായയെ വെറുതെ കല്ലെറിയാൻ പാടുണ്ടോ? നായ എന്ന് അതിനെ ഇൻസൾട്ടാക്കി വിളിക്കാൻ പോലും പാടില്ലെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം. നായേ എന്ന് പ്രിയപ്പെട്ടവരെ ഇൻസൾട്ടാക്കി വിളിക്കാൻ പാടില്ല. 3 തരത്തിലുള്ള നായകളുണ്ട്. മഹാന്മാരായ ഫുഖഹാ പറയുന്നു, അതിലൊരു നായ മുഅല്ലമായ നായയാണ്. മുഅല്ലമായ നായ എന്ന് പറഞ്ഞാൽ പരിശീലനം നൽകപ്പെട്ട നായ. മുഅല്ലിമായ നായ, മുഅല്ലമായ പരിശീലനം നൽകപ്പെട്ട നായ. പ്രിയപ്പെട്ടവരെ, ഡോഗ് സ്ക്വാഡ് നിങ്ങൾ കേട്ടിട്ടില്ലേ? പോലീസുമാർക്ക് പോലും പിടിക്കാൻ പറ്റാത്ത പല കേസുകളും നായകൾ പിടിക്കുന്നു. ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാൽ ആ നായ അവിടെ നിന്ന് മണം പിടിച്ചിട്ട് പല സ്ഥലങ്ങളിലേക്ക് ആ നായ ഓടുന്നു. ചിലപ്പോൾ ഓടുന്നത് കുളത്തിന്റെ പക്കത്തിലാണ്. കുളമിങ്ങനെ ചുറ്റിയിട്ട് അവിടെ നിന്ന് നായ ഒരു 2 ചുമയാണ്. നായ അങ്ങ് കുരക്കുമ്പോ പോലീസുകാരന് മനസ്സിലായി ഇവിടെ എന്തോ സംഗതിയുണ്ട്. കുളത്തിൽ മുങ്ങിയപ്പോ കിട്ടി വാള്, കൊലപാതകം നടത്താൻ ഉപയോഗിച്ച വാള് ഈ കുളത്തിലുണ്ടെന്നാണ് നായ പറഞ്ഞത്. സംഭവം നടന്ന, കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് നായ വന്നിട്ട് പിന്നെ ഓടിയത് പ്രിയപ്പെട്ടവരെ ഒരു മലയുടെ മുകളിലേക്കാണ്. അവിടെ എത്തിയിട്ട് നായ ഒരു കൊച്ചു കുടിലിലേക്ക് കയറിയിട്ട് കുരച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടി ചെരുപ്പ്. ഇതാണ് കള്ളന്റെ ചെരുപ്പ്. പിന്നെ നായ പിന്നെയും സ്ഥലത്ത് വന്ന് സന്ദർശിച്ചിട്ട് പിന്നെയും നായ ഓടിപ്പോയി. ഓടിയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. എന്നിട്ട് കാസർഗോഡ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് നായ 2 കൊരയങ്ങ് കുരച്ചപ്പോൾ അത് പടക്ക് ഭാഗത്തേക്ക് യാത്ര പോയി എന്ന് പോലീസുകാരൻ പ്രിയപ്പെട്ടവരെ തെളിവ് പിടിച്ചു. പിറ്റേ ദിവസം പത്രത്തിൽ കണ്ടു, അതാ കൊലപാതകം നടത്തിയവനെ മംഗലാപുരത്ത് നിന്ന് പിടിച്ചു. ഇങ്ങനെ മനുഷ്യന് കഴിയാത്ത കുറെ അത്ഭുതങ്ങൾ പ്രിയപ്പെട്ടവരെ നായക്കൊണ്ട്. ഇത് മുഅല്ലമായ നായയാണ്, പരിശീലനം നൽകപ്പെട്ട നായയാണ്. ഈ നായയെ വളർത്തണം, ഈ നായയെ കൊല്ലാൻ പാടില്ല, ഹറാമാണ്. പ്രിയപ്പെട്ടവരെ, ആ നായ തീറ്റിപ്പോറ്റൽ സുന്നത്താണ്. എന്നാൽ നമ്മുടെ നാടുകളിലൂടെയൊക്കെ അതാ നടക്കുന്ന നായ ഉണ്ടല്ലോ, ഒരു ഉപദ്രവവുമില്ല, ആ നായയെ കൊല്ലൽ ഹറാമാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ മനുഷ്യനെ ഉപദ്രവിക്കുന്ന, കടിക്കുന്ന നായ ഉണ്ടല്ലോ, ആ നായയെ കൊല്ലൽ നിർബന്ധമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നായാണെന്ന് കരുതി ഇൻസൾട്ട് ആക്കാൻ പാടില്ല. മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ നായയുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു ചോദ്യം ഞാൻ അതാ ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അഹമ്മദ് പരാജയപ്പെട്ടു പോയാലോ എന്നതുകൊണ്ട് ഞാൻ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വൃത്തിയാക്കിയെടുത്തതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇങ്ങനെ ഒരു ജീവി എന്നല്ല, എല്ലാ ജീവികളോടും കാരുണ്യം കാണിച്ച മഹാൻ. കേട്ടില്ലേ നിങ്ങൾ ചരിത്രത്തിൽ മഹാനവരുകളെ കൊതുക് ഇങ്ങനെ കുത്തുമ്പോൾ, രക്തം ഊറ്റി ഊറ്റി കുടിക്കുമ്പോൾ മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, അതിന്റെ ഭക്ഷണം കഴിക്കുകയാണല്ലോ, അതുകൊണ്ട് അതിനെ ശല്യപ്പെടുത്തേണ്ടതില്ല. കൊതുകിനെ കൊല്ലൽ സുന്നത്താണ്, എട്ടുകാലിയെ ചിലന്തിയെ കൊല്ലൽ സുന്നത്താണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല്ലിയെ കൊല്ലൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊല്ലണമെന്ന് പഠിപ്പിച്ച ചില ജീവികളുണ്ട്.
എന്നാൽ അതിൽപ്പെട്ടത് തന്നെയാണ് കൊതുക്. മഹാനവരുകൾ ചിന്തിച്ചത് തന്റെ ഭക്ഷണം കഴിക്കാൻ, അതിന് വേണ്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് രക്തം കുടിക്കട്ടെ, അത് മുഴുവനായി വേണ്ടതുപോലെ കുടിച്ച് പൂർണ്ണമായതിന് ശേഷം സൗകര്യപൂർവ്വം അതിനെ പറത്തി വിട്ട മഹാൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. ഒരു ജീവി എന്നല്ല, എല്ലാ ജീവിയോടും പ്രിയപ്പെട്ടവരെ സ്നേഹമാണ്, സഹിഷ്ണുതയാണ്. ഇതാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ലോകത്ത് സംഭാവന ചെയ്തത്. ആ സന്ദേശമാണ് നാം മുറുകെ പിടിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബ ബന്ധം വിളക്കി ചേർക്കാൻ മഹാനവരുകൾ കാണിച്ചത് വലിയ ആഹ്വാനമാണ്. ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ആയുസ്സുണ്ടാകും, പാവപ്പെട്ടവരെ സഹായിക്കുന്നവർക്ക് കൂടുതൽ ആയുസ്സുണ്ടാകും. അതിന്റെ കാരണം എന്താണ്? നല്ല നല്ല കാര്യങ്ങളിലൊക്കെ അവർ സഹായിക്കുമ്പോ, അവരുടെ അന്നം പറ്റിയിട്ട് പല ആളുകളും ജീവിക്കുമ്പോ, അവരുടെ കാശ് കൊണ്ട് അവർ പല ആളുകളും പ്രിയപ്പെട്ടവരെ ഉപയോഗപ്പെടുത്തുമ്പോ, അവരുടെയൊക്കെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നു. റബ്ബേ, അദ്ദേഹം നൽകുന്ന കാശ് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, അയാൾ നൽകുന്ന കാശ് കൊണ്ടാണ് ഞാൻ കിതാബ് വാങ്ങുന്നത്, അയാൾ തരുന്ന കാശ് കൊണ്ടാണ് നമ്മുടെ പള്ളിക്ക് പെയിന്റ് അടിക്കുന്നത്, അയാൾ നൽകുന്ന കാശ് കൊണ്ടാണ് ഇവിടെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നത്, അയാൾ നൽകുന്ന കാശ് കൊണ്ടാണ് ഇവിടെ 3 ദിവസത്തെ വാല് നടക്കുന്നത്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നടക്കുമ്പോ പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരുന്നു. അത് ദീർഘായുസിന് കാരണമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആദ്യമായി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട് പേടിച്ച് ഭയവിഹ്വലനായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, സമ്മിലൂനി ഖദീജ, സമ്മിലൂനി ഖദീജ, മാലാഖയെ കണ്ട് പേടിച്ചുപോയി, അതുകൊണ്ട് എന്നെ ഒന്ന് പുതപ്പിട്ടു മൂടൂ, എനിക്ക് തണുക്കുന്നുണ്ട്, എനിക്ക് വിയർക്കുന്നുണ്ട്, എനിക്ക് കിടുങ്ങുന്നുണ്ട്, അതുകൊണ്ട് എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടണമെന്ന് പ്രിയപ്പെട്ടവരെ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദാ, നബിയെ തങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല, തങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല, അല്ലാഹു നിങ്ങളെ കൈയൊഴിയുകയില്ല നബിയേ, നിങ്ങളെ കൈയൊഴിയുകയില്ല. കാരണം നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തുന്ന ആളാണല്ലോ. പ്രയാസങ്ങൾ സഹിക്കുന്ന നേതാവാണ്. ഗസ്റ്റുകളെ സ്വീകരിക്കുന്ന നേതൃത്വമാണ്. അശരണരായ ആളുകൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന നേതൃത്വമാണ്. സത്യത്തിന്റെ ഏതേതു മേഖലയിലും നിങ്ങളുടെ സഹായമുണ്ട് നബിയേ. വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദാ. സാമൂഹ്യ സേവനം നടത്തുന്നവരെ അല്ലാഹു ഒരിക്കലും കൈയഴിയുകയില്ല നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കുകൾ ഇമാം ബുഖാരി ഉദ്ധരിച്ചില്ലേ സഹോദരങ്ങളെ? അതിന്റെ പര്യായമാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, മഹാനവറുകൾ ആത്മീയമായി വളരെ ഉയർന്നു. അതുകൊണ്ട് ആത്മീയമായ ഉന്നത സ്ഥാനത്ത് വിരാജിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. ഒരു ഭരണാധികാരി നന്നായാൽ ആ നാട് മുഴുക്കയും നന്നായി. ഒരു രാജ്യത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഭരണാധികാരി ചീത്തയായാൽ ആ രാജ്യമാകെ മോശമായി പോയി.
നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി എവിടെയാണുള്ളത്? ഇന്നത്തെ ഭരണാധികാരികളുടെ പല രാജ്യങ്ങളുടെയും ഭരണാധികാരികളുടെ അവസ്ഥ എന്താണ്? ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഭരണാധികാരികൾ. പ്രിയപ്പെട്ടവരെ, അതുപോലെ സ്വന്തം മതം മാത്രം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ. സുബ്ഹാനല്ലാഹ്, ഒരു വിഭാഗത്തെ മാത്രം അടിച്ചമർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ. ഇങ്ങനെയുള്ള കാലഘട്ടം വന്നാൽ രാജ്യത്ത് സമാധാനമുണ്ടാവുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജ്യത്ത് ക്ഷേമമുണ്ടാവുകയില്ല. പള്ളികൾ ഇവിടെ പൊളിക്കപ്പെടുകയാണ്. എത്ര ഇടങ്ങളിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രിയപ്പെട്ടവരെ പള്ളികൾ പൊളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ പള്ളികൾ ഐക്യ കേന്ദ്രങ്ങളാണ്, സമാധാനത്തിന്റെ സ്ഥാപനങ്ങളാണ് പള്ളികൾ. ഒരു രാജ്യത്ത് ഒരു പള്ളി ഉണ്ടായാൽ, ഒരു നാട്ടിലൊരു പള്ളി ഉണ്ടായാൽ അതിന്റെ അർത്ഥം സംസ്കാരമുള്ള, മനസ്സുള്ള, ആത്മീയതയുള്ള, സേവന മനസ്സുള്ള ഒരുപാട് ജനങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് എന്നതാണ്. അല്ലേ? ഒരു നാട്ടിലൊരു പോലീസ് സ്റ്റേഷൻ വന്നാലോ പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ആ നാട്ടിൽ കുറെ ഫ്രോഡുകളായ ആളുകൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. കാരണം പോലീസ് സ്റ്റേഷന്റെ പുതിയ ഒരു എഡിഷൻ ഒരു നാട്ടിൽ തുടങ്ങുന്നത് മറ്റേ സ്ഥലത്തുള്ള പോലീസിന്റെ ആശയവിനിമയം അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയും അവരുടെ നിരീക്ഷണവും കാര്യമായി ആ നാട്ടിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നില്ല. അക്രമികൾ വളരെ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് ഒരു പോലീസ് സ്റ്റേഷന്റെ എഡിഷൻ അവിടെ പുതുതായി തുടങ്ങാനുള്ള കാരണം. എന്നാൽ ഒരു നാട്ടിൽ ഒരു പള്ളി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നല്ലവരായ ഒരുപാട് മനുഷ്യർ ആ പ്രദേശത്ത് ജീവിക്കുന്നുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വമൻ ദഖലഹു കാന ആമിനാ. ആദ്യമായി നിർമ്മിച്ച പള്ളിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകം വഹുദൻ ലിൽആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിനാ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി മസ്ജിദുൽ ഹറാം. അതിൽ കയറിയാൽ നിർഭയത്വമുണ്ട്. പള്ളിയുടെ ലക്ഷ്യം അതാണ് സഹോദരങ്ങളെ. ഇത് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനാ. ജനങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുന്ന ഇടമാണ് പള്ളി. കാരണം ജനങ്ങളുടെ ആരാധന സജീവമാകുന്നത് പള്ളിയിലാണ്. പ്രിയപ്പെട്ടവരെ, എത്ര സുജൂദുകളാണ് ഒരു ദിവസം ഓരോ പള്ളിയിൽ നിർവഹിക്കപ്പെടുന്നത്? ആർക്ക് വേണ്ടിയാണ്? നമുക്ക് നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടി വെള്ളം തരുന്ന, നമുക്ക് ഭക്ഷണം നൽകുന്ന ഈ ലോകത്തിന്റെ അധിപനായ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന ഇടമാണ് പള്ളി. പ്രിയപ്പെട്ടവരെ, അത് വളരെ നല്ല കേന്ദ്രങ്ങളാണ്. പള്ളികൾ തച്ചുടക്കപ്പെട്ടാൽ സമാധാനത്തിന്റെ കേന്ദ്രങ്ങൾ തച്ചുടക്കപ്പെട്ടു. ാണ് സഹോദരങ്ങളെ ഇവിടെ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നത്. അതുകൊണ്ട് പള്ളികൾ ഒരിക്കലും തന്നെ പൊളിച്ചടക്കാൻ പാടില്ല. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ മദ്രസകൾക്ക് നേരെ ഭീഷണികൾ മുഴങ്ങുന്നു. നിങ്ങൾ നോക്കൂ, ജനങ്ങൾക്ക് ധാർമ്മികത പഠിപ്പിക്കുന്നത് മദ്രസകളാണ്. ആ മദ്രസകളെ ഇല്ലായ്മ ചെയ്യാൽ ധർമ്മബോധം പ്രിയപ്പെട്ടവരെ ഇവിടെ ഉണ്ടാകുമോ?